ആരെയും ഭയപ്പെടാതെ ശങ്കരൻ മനസ്സിന് ബലം നൽകി. ചുറ്റുപാടും ഒരായുധത്തിനായി ശോഷിച്ച വിരലുകൾ പരതി നടന്നു. ദന്തനിരകൾ പരസ്പരം ഇറുമ്മി. നിരായുധനായ തനിക്ക് അയാളെ എന്തു ചെയ്യാൻ പറ്റും? അയാൾ നിരാശനായി. പക്ഷേ എവിടെയോ ഒരു പ്രകാശം ഉണ്ടെന്ന തോന്നൽ, ഒരു ഉണർവ്. ഇനി അമാന്തിച്ചുകൂടാ. ഇനി താമസിച്ചാൽ താനെന്ന ശങ്കരൻ ഈ ഭൂമിയിലുണ്ടാവില്ല. മെഴുകുതിരിയുമായി മുമ്പിൽ നിന്നു വെല്ലുവിളിക്കുന്ന ഇയാൾക്കറിയാം തൻ്റെ ജീവിക്കാനുള്ള അഭിവാഞ്ച. അയാൾ സകല ദൈവങ്ങളെയും അമ്മയെയും മുത്തശ്ശനെയും മനസ്സിൽ പ്രാർത്ഥിച്ചു. മന്ദാകിനിയുടെ മുഖം സ്വരം കാതിൽ വന്നലച്ചു. ധൈര്യമായിരിക്ക്, പ്രതികരിക്ക് ശങ്കരേട്ട. അത്രമാത്രം മതിയായിരുന്നു ശങ്കരന്. പെട്ടെന്ന് അയാളുടെ മനസ്സിലേക്ക് ഒരു അപാര ശക്തി കടന്നു വന്നു. പിന്നീടത് സിരകളിലേക്ക്, കൈകളിലേക്കും ഞരമ്പുകളിലേക്കും വളരെ വേഗം കുതിച്ചു കയറുകയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. മിഴികൾ തീജ്വാലകളായി, പല്ലുകൾ ഞെരിഞ്ഞമർന്നു. അയാൾ ആദ്യം മുന്നിലെ ശത്രുവിൻ്റെ കയ്യിലെ തീനാളം അണച്ചു. ആ നിലവറയിലെ ഇരുട്ട് അയാൾക്ക് പരിചിതമായിരുന്നു. മാസങ്ങളോളം തനിക്ക് തുണയായ ഇരുട്ടും പലപ്പോഴും തനിക്ക് മുമ്പിൽ എത്തുന്ന മിച്ചം വരുന്ന ഭക്ഷണങ്ങളുമായിരുന്നു അയാളുടെ ജീവൻ്റെ ആധാരം. അയാളിൽ അവശേഷിച്ച ശക്തി മുന്നിലെ ശത്രുവിൻ്റെ കഴുത്തിൽ പല്ലിൻ്റെ രൂപത്തിൽ ഞരമ്പുകൾക്കു മീതെ അമർന്നു. കടിച്ചു മുറിച്ചെടുത്ത ഞരമ്പിൻ്റെ അംശവും പച്ച മാംസവും ചോരയും തുപ്പിക്കളഞ്ഞു. കറുപ്പുസ്വാമി അലറിക്കരഞ്ഞു. ചീറ്റിത്തെറിച്ച ചോര നിമിഷ നേരം കൊണ്ട് കറുപ്പുസ്വാമിയുടെ ശരീരത്തെ നനച്ചു. ഇരുട്ടിൽ കടന്ന് അയാൾ ദിക്കറിയാതെ ഉരുണ്ടുപിരണ്ടു. ശങ്കരൻ അയാളുടെ കാലുകൾ അമർത്തിപ്പിടിച്ചു. ശരീരത്തിൻ്റെ പിടച്ചിൽ നിലച്ചുവെന്നുറപ്പായപ്പോൾ അയാൾ തൻ്റെ പിടി സാവധാനം അയച്ചു. തിന്നുമതിച്ച ഒരാനയ്ക്ക് തടി പിടിക്കാൻ അറിഞ്ഞുകൂടാ എന്നു ശങ്കരനറിയാം. ആ അറിവായിരുന്നു ശങ്കരനെ ഒരു കൊലയാളിയാക്കാൻ പ്രേരിപ്പിച്ചത്.